എവ്രിവൺ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാർഡ്, ജനറൽ കാർഡ് എടുത്തതാണ്. സോ വന്നിരിക്കുന്നത് ക്ലിയർ എനർജി ബ്ലോക്സ്, ഓക്കെ, ആക്ടിവേറ്റിംഗ് ഹയർ ചക്രാസ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പ്രേക്ഷകർക്ക് വേണ്ടത് ചക്രാസ് ആക്ടിവേറ്റ് ആക്കുക, പെർട്ടിക്കുലർലി ഹയർ ചക്രാസ്, ദാറ്റ് ഈസ് നിങ്ങളുടെ ത്രോട്ട് ചക്ര, തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര ആൻഡ് ചില പ്രേക്ഷകർക്ക് സോൾ സ്റ്റാർ ചക്ര. ഓക്കെ, ഈ ചക്രാസ് ആക്ടിവേറ്റ് ആക്കൂ എന്നതാണ് മെസ്സേജ്. സോ ഇവിടെ 2 ഗ്രൂപ്പ്സ് ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. സോ വിൽ സീ. സോ ഞാൻ ടോട്ടലി 2 സെക്ഷൻ ഓഫ് കാർഡ്സ് എടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ദെൻ ഐ വിൽ ബി ഗിവിങ് യു എ ടൈം. ആ ടൈമിൽ പ്രേക്ഷകർ ചൂസ് ചെയ്യൂ ഏത് കാർഡ്സ് ആണ് വേണ്ടത്. സോ ഗ്രൂപ്പ് 1, ഫോർ ഗ്രൂപ്പ് 1 എന്ത് കാർഡ്സ് ആണ് ഫോർ ഗ്രൂപ്പ് 1? one more card for group 1. Okay, group 2, for group 2, one more card for group 2. Okay, for group 1. Okay, I'll take these 2. Group 2. Group 1, for group 1. Okay, and group 2. Okay, what else? Okay, monology card, group 1 and group 2. Okay, പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള പ്രേക്ഷകർക്കും സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാൻ ആഗ്രഹമുള്ള പ്രേക്ഷകർക്കും നമ്പേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ഫോർ ഗ്രൂപ്പ് 1. Okay, and for group 2, okay, and I'll take this. All right, angelic advice for group 1. Okay, so idana group 1 inde select cheyenda card, and group 2 angelic advice for group 2. Okay, all right. So group 1 and group 2 cards select ആയി കഴിഞ്ഞു. Okay, group 1 ആണ് സക്സസ് കാർഡ്, ഗ്രൂപ്പ് 2 ആണ് ഹെൽപ്ഫുൾ പീപ്പിൾ. സോ പ്രേക്ഷകർ ചൂസ് ചെയ്യൂ ഏത് കാർഡ് ആണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ, ഓക്കെ, പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഗൈഡൻസ് ഏത് സെക്ഷൻ ഓഫ് കാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ആൻഡ് ദെൻ യു ആർ ഗോയിങ് ടു സെലക്ട്. നോ കാർഡ് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാം, ചിറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1. സോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് സക്സസ് എന്ന കാർഡാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹയർ ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യുന്നതും ആൻഡ് സക്സസ്സുമായിട്ടുള്ള കണക്ഷൻ എന്താണ് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വിൽ സീ അബൌട്ട് ഇറ്റ്. സോ ആദ്യത്തെ ഫോർഗിവ്നെസ്. ഓക്കെ, സോ പ്രേക്ഷകരോട് പറയുന്നത് ഫോർഗിവ്നെസ് സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ, 19 എന്ന നമ്പർ ചില പ്രേക്ഷകർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 19 എന്ന നമ്പർ ചില പ്രേക്ഷകർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബാലൻസ്, യിൻ യാൻ എനർജി ബാലൻസ് ചെയ്യൂ. ഓക്കെ, സോ ഹയർ ചക്ര ആണ് നിങ്ങളുടെ വന്നത്, ബട്ട് എന്നാലും എവിടെയോ നിങ്ങളുടെ മൈൻഡ്, ബോഡി, സോൾ ഇംബാലൻസിലാണ്. ഓക്കെ, ഹാർട്ട് ചക്ര റിലേറ്റ് ടു ഹയർ എനർജി ഓൺലി. ഓക്കെ, സോ ഹാർട്ട് ചക്രയിൽ നിന്നാണ് നിങ്ങളുടെ തുടങ്ങുന്നത്. ഹാർട്ട് ചക്ര നിങ്ങളുടെ ബാലൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ യിൻ യാൻ എനർജി ബേസിക്കലി നിങ്ങളുടെ റിസീവിങ് എനർജി. ഓക്കെ, നിങ്ങളുടെ റിസീവിങ് എനർജിയിൽ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ദ സൺ കാർഡ് ആണ് വന്നിരിക്കുന്നത്.
King of Pentacles, Four of Cups. സോ ഇവിടെ ഗൈഡൻസ് എന്താണ്? പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾ സക്സസ്സിന് വേണ്ടി ഏറെ ശ്രമിക്കുന്നു. ഓക്കെ, സക്സസ് ആണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ. ഓക്കെ, ചിലർ ആദിത്യ ഹൃദയ സ്തോത്രം വായിക്കാറുണ്ട്, ചൊല്ലാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്. സോ ദാറ്റ് നിങ്ങളുടെ സൺ പ്ലാനറ്റ് സ്ട്രോങ് ആകാൻ ചിലർ സൺസ്റ്റോൺ ഇടാറുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര എന്ന് വരെ ഹീൽ ആകുന്നില്ല. നിങ്ങളുടെ മൈൻഡ് ബോഡി സോൾ ഹീൽ ആകുകയില്ല. ഓക്കെ, നിങ്ങളുടെ യിൻ യാൻ എനർജി ബാലൻസിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബാലൻസ് ആകണം. യിൻ യാൻ എപ്പോൾ ബാലൻസ് ആകുന്നു, പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന സക്സസ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. എഗെയിൻ 19 കാർഡാണ്. ഒന്ന് ശ്രദ്ധിക്കൂ പ്രേക്ഷകർ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഫോർഗിവ്നെസ് നമ്പർ 19, സൺ കാർഡ് നമ്പർ 19. ഓക്കെ, ഇത് ഇൻഡിക്കേഷൻ ആണ്. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നു 19 എന്ന നമ്പർ നിങ്ങൾക്ക് സ്പെസിഫൈഡ് ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് 19 ആകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയത് തുടങ്ങിയത് 19th ഡേറ്റിലായിരിക്കാം. ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു 19th. ഓക്കെ, സോ ഓർ എൽസ് നിങ്ങളുടെ സൺ പ്ലാനറ്റിനെ സ്ട്രോങ് ആക്കാൻ 19 എന്ന നമ്പർ നിങ്ങൾ എഴുതുന്നുണ്ടാകാം, നിങ്ങളുടെ കയ്യിൽ എഴുതുന്നുണ്ടാകാം. ഓക്കെ, ഇഫ് ദാറ്റ്സ് ദ കേസ്, നിങ്ങൾക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യൂ. മെഡിറ്റേഷൻ ഏറെ ചെയ്യൂ. സോ ദാറ്റ് നിങ്ങളുടെ യിൻ യാൻ ബാലൻസ്, ദാറ്റ് ഈസ് നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവും തീയുടെ അളവും നിങ്ങളുടെ ബോഡിയിൽ, ഉഷ്ണത്തിൻ്റെ അളവും ആൻഡ് സമാധാനത്തിൻ്റെ അളവും സമം ആയിരിക്കണം നിങ്ങളുടെ ബോഡിയിൽ. ഓക്കെ, നിങ്ങൾ പ്രേക്ഷകർ, ഈ ഗ്രൂപ്പ് എടുത്ത പ്രേക്ഷകർ ആയതർ വളരെ പഞ്ചപാവാണ്. ആര് വന്ന് എന്ത് പറഞ്ഞാലും നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ദേഷ്യക്കാരാണ്. ഓക്കെ, ആരെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിന് റിപ്ലൈ കൊടുത്തു കഴിയും, മൊത്തം കേൾക്കാതെ തന്നെ. ഓക്കെ, ഇഫ് ദാറ്റ്സ് ദ കേസ്, ഈ എനർജി നിങ്ങളുടേതാണ്, അതിനെ ബാലൻസ് ആക്കൂ. ഓക്കെ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സക്സസ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, ആ എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ എവിടെയോ പ്രേക്ഷകർ നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തള്ളിക്കളയുകയാണ്. ഓക്കെ, നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഫലിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനിയും എടുത്താലും ഫലിക്കില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ ഇപ്പോഴും. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ അടുത്ത് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിനെ ഗ്രാബ് ചെയ്യൂ. ഓക്കെ, പഠിക്കാനാണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതെങ്കിൽ പഠിക്കൂ. സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യൂ. ടൈം എടുക്കുന്ന കാര്യമാണ്, ആയിക്കോട്ടെ, ബട്ട് ഡു ഇറ്റ് സോ ദാറ്റ് നിങ്ങളുടെ ബാലൻസ്, നിങ്ങളുടെ സൺ എനർജി ഇംപ്രൂവ് ആകാൻ. All right. A fairy climax approaches. Okay, so ഈ ഫുൾ മൂൺ, ഓക്കെ, ഫുൾ മൂൺ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, സോ യു മേ റിസീവ് ഇറ്റ് ബൈ 4th or 5th. ഓക്കെ, സോ ഈ ഒരു ഫുൾ മൂണിൽ നിങ്ങൾ എന്ത് റിച്വൽ ചെയ്യുന്നോ, എന്ത് നിങ്ങൾ റിലീസ് ചെയ്യുന്നോ, അത് ലാസ്റ്റ് അതിൻ്റെ കംപ്ലീഷൻ ആയിരിക്കും. ആ ലാസ്റ്റ് ഒരു വാട്ട് വി സേ തടുക്ക എന്ന് പറയത്തില്ല, അത് ലാസ്റ്റ് ഒരു പുഷാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ കൊണ്ടുവരാൻ. ഓക്കെ, വാവ്, സ്പിരിച്വൽ യൂണിയൻ ആൻഡ് സ്പിരിച്വൽ സ്ട്രെങ്ത്. ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി കൂട്ടുകയാണ്. സോ ഡെഫിനറ്റ്ലി വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും പുതിയ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ത് എടുക്കുന്നോ, എന്ത് പ്രാക്ടീസ് എടുക്കുന്നോ, എന്ത് പുതുതായി ചെയ്യുന്നോ, അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ,
സോ പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ ചക്രാസ് ആക്ടിവേറ്റ് ആകുന്നത് നിങ്ങളുടെ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഹയർ ചക്രാസ് ആൻഡ് ലോവർ ചക്രാസിൽ വലിയ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഫുൾ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര മാത്രമാണ്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര അറൗണ്ട് 90% നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇസ് നോട്ട് ഇൻ എ ഗുഡ് പ്ലേസ്. ഓക്കെ, ബാക്കി യിൻ യാൻ എന്ന് പറയുന്നത് ജസ്റ്റ് 10 or 15%. സോ നിങ്ങളുടെ ഹാർട്ട് ചക്ര നിങ്ങൾ ഓക്കെ ആക്കിയാൽ, നിങ്ങൾ ബാലൻസിലാക്കിയാൽ, ഫോർഗിവ്നെസ് എല്ലാം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയെ മൈൻഡ്ഫുൾ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഈ 10 to 15% ഉള്ള യിൻ യാൻ എനർജി ബാലൻസ് ആകുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഗ്രൂപ്പ് 1 നിങ്ങളുടെ റീഡിങ്. അതുപോലെ തന്നെ മണി കപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ കപ്പ് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്ക് ബുക്ക് ചെയ്യാം. ഇൻസെൻസ് സ്റ്റിക്ക് അവൈലബിൾ ആണ്. ബ്രേസ്ലെറ്റ്സ്, ഏത് ബ്രേസ്ലെറ്റ് എന്ത് ആവശ്യത്തിനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ടീം എന്നെ അറിയിക്കുന്നതാണ് ആൻഡ് ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. സോ കൈൻഡ്ലി സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ഞാനാണ് ഡിലേ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് മെസ്സേജ് വന്ന് കഴിയുമ്പോൾ, ഞാൻ ഫ്രീ ആയി കഴിയുമ്പോഴാണ് ആ മെസ്സേജിന് ഉത്തരം നൽകുന്നത്. സോ യു നീഡ് ടു വെയിറ്റ്. ഓക്കെ, ഓൾ റൈറ്റ്, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഐ റിയലി ഹോപ്പ് നിങ്ങൾ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ചെയ്യുകയും സ്പിരിച്വാലിറ്റിയിൽ ഏറെ സമയം ചെലവഴിക്കുകയും ചെയ്യും ആൻഡ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ക്ലീൻ ചെയ്യുകയും ചെയ്യും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു വൺസ് അഗെയിൻ ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് ഹെൽപ്ഫുൾ പീപ്പിൾ. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഗൈഡൻസ് പ്രേക്ഷകർക്ക് വരുന്നത്. ഓക്കെ, ക്രിയേറ്റിവിറ്റി and rebirth. Okay, ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ നിങ്ങളുടെ സ്വയം സംരംഭം, ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട്. ആയത് നിങ്ങൾ ഫുൾ ടൈം നിങ്ങളുടെ സ്വന്തം സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ മുഴുങ്ങിയിരിക്കുന്നു ആൻഡ് ചിലർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നു. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കാൻ, സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വാട്ട് എവർ ക്രിയേറ്റിവിറ്റി വർക്ക് നിങ്ങൾ ചെയ്യുന്നു അതിനെ ഏറെ ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, എവിടെയോ നിങ്ങളുടെ സേക്രൽ ചക്രയിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, സോ ദർ ഈസ് എ ബ്ലോക്കേജ് ബിക്കോസ് എനർജി ഫ്ലോ കറക്റ്റ്ലി അവിടെ നടക്കുന്നില്ല. ഓക്കെ, സോ ചില പ്രേക്ഷകർക്ക് സേക്രൽ ചക്ര ആ ഒരു സ്ഥലത്ത് ബാക്ക് സൈഡ്, ഓക്കെ, നിങ്ങളുടെ ബാക്ക് ബോൺ സേക്രൽ ചക്ര പോയിന്റിൽ നിങ്ങൾക്ക് ഭാരം തോന്നുന്നുണ്ടാകാം. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ദാറ്റ് മീൻസ് അവിടെ എനർജി ഫ്ലോ ശരിക്കും നടക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ബ്ലോക്കേജ് വരുന്നുണ്ട്. ഓക്കെ, പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് കുറച്ച് നിങ്ങൾ ചെയ്ത് കഴിയും, ബട്ട് ദെൻ നിങ്ങൾക്ക് ഐദർ ഐഡിയാസ് ലഭിക്കുന്നില്ല ഓർ നിങ്ങൾക്ക് ഏറെ തടസ്സങ്ങൾ വരികയാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഗ്രൗണ്ട് യുവർ എനർജി. ഈവൻ ദോ ആക്ടിവേറ്റിംഗ് ഹയർ ചക്രയാണ്, പക്ഷേ ഇവിടെ നിങ്ങളുടെ ഹയർ ചക്രാസ് ആക്ടിവേറ്റ് ആകണമെങ്കിൽ നിങ്ങളുടെ സേക്രൽ ചക്ര ആക്ടിവേറ്റ് ആകണം. ഓക്കെ, ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഗ്രൗണ്ടിങ് ഏറെ വേണം. നിങ്ങളുടെ എനർജി ഗ്രൗണ്ടഡ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് പേഷ്യൻസ് കുറവാണ്. ഈവൻ ദോ നിങ്ങൾ ഏറെ പേഷ്യൻസ് ഉള്ള ആളായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ജോലി കാര്യം അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് ഏറെ മുന്നോട്ട് വരണം എന്നാഗ്രഹമുള്ളത് ആ ഒരു കാര്യത്തിൽ പേഷ്യൻസ് നിങ്ങൾക്ക് കുറവാണ്. ഓക്കെ, നിങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നു ദാറ്റ് ഇതും ചെയ്യണം അതും ചെയ്യണം, നീഡ് ടു ഫിനിഷ് എവറിത്തിങ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, സോ ഗ്രൗണ്ടിങ് ആവശ്യമാണ്. 2 of Cups. യെസ്, ഡെസ്പറേറ്റ് ആണ് നിങ്ങൾ ഒരാളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് തുണയായി നിൽക്കാൻ, നിങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, സേക്രൽ ചക്ര ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ മറ്റൊരാളിലായിരിക്കാം സമർപ്പിക്കുന്നത്. ഓക്കെ,
ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ബിസിനസ് ഓർ കരിയർ ബിസിനസ് അല്ല എന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ ജീവിതത്തിലാണ് വെക്കുന്നത്. ലൈക്ക് ആ ആളാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി ട്രോമാറ്റിക്. ഓക്കെ, മറ്റൊരാൾ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതൊരു ട്രോമയിലേക്ക് പോകാം. ഓക്കെ, മറ്റൊരാളുടെ സഹായം ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു സഹായം വരും. ബട്ട് ആ ആളിലല്ല മുഴുവൻ വിശ്വാസം നിങ്ങൾ വെക്കേണ്ടത്, നിങ്ങളുടെ കഴിവിലാണ് വിശ്വാസം വെക്കേണ്ടത്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങൾക്ക് സമൃദ്ധി, അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആൾ നിങ്ങളുടെ അടുത്ത് വരും. പക്ഷെ ചിലർക്ക് സട്ടിലായിരിക്കും. സട്ടിൽ ഇൻ ദ സെൻസ്, ഒരു ഫോൺ കോളിൽ ആരോ ഒരാൾ വിളിച്ചു, നിങ്ങൾ നോർമൽ കാര്യങ്ങൾ സംസാരിക്കുന്നു, ആൻഡ് എവിടെയോ ആൾ ഒരു കാര്യം പറഞ്ഞു, അത് പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രൈക്കായി, യെസ് ഇതെനിക്ക് അപ്ലൈ ചെയ്യാമല്ലോ, റൈറ്റ്, ആൻഡ് യു ഡു ഇറ്റ്. അങ്ങനെയാകാം. ചിലർക്ക് ലിറ്ററലി ഒരു ഹെൽപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ്. ഓക്കെ, സോ 9 ഓഫ് പെൻറ്റക്കിൾസ് ഇസ് എ ബ്യൂട്ടിഫുൾ കാർഡ്. 9 ഓഫ് പെൻറ്റക്കിൾസ് ദാറ്റ് മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തും എന്നതിൻ്റെ സൂചകമാണ്. ആൻഡ് ക്വീൻ ഓഫ് സോഡ്സ്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ ചക്രയിൽ സേക്രൽ ചക്ര ആണ് ബ്ലോക്ക് കാണിക്കുന്നത്, റൈറ്റ്. എന്നാൽ സേക്രൽ ചക്ര നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയെയാണ് കാണിക്കുന്നത്. ഓക്കെ, ആൾക്കാരോട് ഞങ്ങൾ എങ്ങനെ ഇടപെടുന്നു, നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്ന് എത്ര സന്തോഷം നമുക്ക് ലഭിക്കുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരു സൈഡിൽ, ബട്ട് ചില കാര്യങ്ങളിൽ പ്രേക്ഷകർ വളരെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു പോയിൻ്റ്, ഈ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് ഡ്രോ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ, മറ്റൊരാളുടെ നിർദ്ദേശം എനിക്ക് വേണ്ട. ഓക്കെ, ആൻഡ് എവിടെയെങ്കിലും നിങ്ങൾക്ക്, ദാറ്റ് ഈസ് നിങ്ങളുടെ ടീം ആയിക്കോട്ടെ, നിങ്ങളുടെ ടീം വേറൊരു കാര്യം ജസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ അതുപോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. ആൻഡ് നിങ്ങൾ പെട്ടെന്നാണ് ദേഷ്യപ്പെടുന്നത്. ഓക്കെ, കട്ട് ത്രൂ ആണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് അനുസരിക്കാമെങ്കിൽ അനുസരിക്കൂ, അല്ലെങ്കിൽ വിട്ടു പോകൂ, ആ ഒരു എനർജിയാണ് കാണുന്നത്. അവിടെ ശ്രദ്ധിക്കും. ഓക്കെ, വാട്ട് എൽസ്? യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീംസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് 100% ഇൻ യുവർ എനർജി. ഓക്കെ, നിങ്ങളുടെ എനർജിയിലുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആണ്. ഓക്കെ, പക്ഷേ പ്രാക്ടിക്കാലിറ്റി കുറവാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നു പല കാര്യങ്ങൾ, പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം, ഏറെ ശ്രമം നടത്തേണ്ടടുത്ത് ശ്രമം നടത്തണം. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്നത്. ടോറസ് ആണ്. ടോറസ് എനർജി മീൻസ് ഗ്രൗണ്ടിങ് എനർജി തന്നെ. സോ ഏറെ ഗ്രൗണ്ട് ചെയ്യൂ സ്വന്തം എനർജി. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, ഐ ടോൾഡ് യു, പേഷ്യൻസ് ഏറെ വേണം, പ്ലാനിങ് ഏറെ ചെയ്യൂ എന്നതാണ് പറയുന്നത്. 7 എന്ന നമ്പറാണ്. ലക്ക് നിങ്ങൾക്കൊപ്പമുണ്ട്. ഡെസ്റ്റിനി, ഓ മൈ ഗുഡ്നസ്, വാവ്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു റീഡിങ് ചെയ്യുമ്പോൾ എനിക്ക് ഡെസ്റ്റിനി കാർഡ് കിട്ടുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഐ ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് നിങ്ങളുടെ എനർജി, ഈ ടോട്ടൽ എനർജി ബ്ലോക്കിൽ ആകെ ഒരു എനർജി മാത്രമേ നിങ്ങളുടെ ബ്ലോക്കുള്ളൂ, ആൻഡ് അതാണ് നിങ്ങളുടെ സേക്രൽ ചക്ര. ദാറ്റ്സ് ഇറ്റ്. സേക്രൽ ചക്ര നിങ്ങളുടെ റിലീവ് ആയിക്കഴിഞ്ഞാൽ, സേക്രൽ ചക്രയിലുള്ള ബ്ലോക്സ് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കി എല്ലാ ചക്രാസും അലൈൻ ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. നിങ്ങളുടെ സേക്രൽ ചക്ര ആണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. വൺസ് നിങ്ങളുടെ സേക്രൽ ചക്ര ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണോ അത് നിങ്ങളുടെ അടുത്ത് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ അടുത്ത് വരികയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇവിടെ വന്നത് ദാറ്റ് യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. ദാറ്റ് ഈസ് നിങ്ങളുടെ ഡ്രീംസ് അച്ചീവബിൾ ആണ്. ഇനി സപ്പോസ് നിങ്ങൾ ജസ്റ്റ് 20,000 റുപ്പീസാണ് ഏൺ ചെയ്യുന്നത്, ബട്ട് നിങ്ങളുടെ ആഗ്രഹമാണ് എനിക്കൊരു ബില്യണർ ആകണം. സോ ഇറ്റ് ഈസ് ഓക്കെ, നിങ്ങൾക്കാകാൻ പറ്റും. ഇറ്റ്സ് അച്ചീവബിൾ. ഇറ്റ് ഈസ് അച്ചീവബിൾ.
ബിക്കോസ് അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലാണ്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ്. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലാണ്. ആൻഡ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സേക്രൽ ചക്ര ഓർഗൻ ആണ് ഇവിടെയും കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ സേക്രൽ ചക്ര നിങ്ങൾ ഹീൽ ചെയ്യാൻ തുടങ്ങൂ. സേക്രൽ ചക്ര സബ്ലിമൽ കേൾക്കൂ, സേക്രൽ ചക്ര ബീജ് മന്ത്ര ചൊല്ലൂ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സേക്രൽ ചക്രയ്ക്ക് ഇമ്പോർട്ടൻസ് വെച്ച് മെഡിറ്റേഷൻ ചെയ്യൂ. ഓക്കെ, ബിക്കോസ് ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. യെറ്റ് ഡെസ്റ്റിനി ആയതുകൊണ്ട് തന്നെ ദർ ഈസ് എ ലോങ് ഗ്യാപ്പ്. ഓക്കെ, ബിക്കോസ് 7 നിന്ന് 10, ഓക്കെ, ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ഡെസ്റ്റിനി എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വരില്ല. ഓക്കെ, അത് അച്ചീവ് ആകാൻ സമയമെടുക്കും. കാരണം അത് അച്ചീവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ആ ഒരു സ്റ്റേജിലേക്ക് പ്രേക്ഷകർക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറെ പേഷ്യൻസോടെ ഇരിക്കുകയും വേണം. ആൻഡ് ഏറെ പ്ലാനിങ് ചെയ്യുക. ദാറ്റ് ഈസ് 1 by 1 സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് നീങ്ങൂ എന്നതാണ് പറയുന്നത്. ആദ്യം നിങ്ങളുടെ സേക്രൽ ചക്ര ഓക്കെ ആക്കൂ. ആൻഡ് ദെൻ നിങ്ങളുടെ ഡ്രീംസ്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡ്രീംസ് അച്ചീവ് ചെയ്യാം അതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാൻ നിങ്ങൾ എഴുതി വെക്കൂ. ഓക്കെ, അച്ചീവബിൾ നോട്ട് ഇൻ എ ഡേ. ഓക്കെ, ഒരു ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളല്ല നിങ്ങൾ എഴുതുന്നത്. എത്ര വർഷം എടുത്തോട്ടെ, പക്ഷേ എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ആൻഡ് 1 by 1 ഓരോ സ്റ്റെപ്പും നിങ്ങൾ ആക്ഷനിലേക്ക് കൊണ്ടുവരും. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ റീഡിങ് ഫോർ യു ഗൈസ്. ആൻഡ് വാവ്, ഡെസ്റ്റിനി ആണ് നിങ്ങൾക്ക്. ഡെസ്റ്റിനി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ അവിടം വരെ എത്താൻ. ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനൊന്ന് ശ്രമിക്കൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ, താങ്ക് യു വൺസ് അഗെയിൻ ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.